ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി വേറൊന്നുമില്ല. കാത്തൂനെ പഠിപ്പിക്കാനാക്കിയിട്ട് നമ്മൾ ചുമ്മാ ഡയറ്റ് എന്ന് പറഞ്ഞ് നടക്കാൻ ഇറങ്ങിയത് കേട്ടോ. ചുമ്മാ ഡയറ്റ്, നിങ്ങളെല്ലാം ഡയറ്റ് എന്നല്ലേ പറയുന്നത്. രാവിലെ അല്ല വൈകിട്ട് ചെറിയ രീതിയിൽ കഴിക്കും, എങ്കിൽ ബിരിയാണിയാണ് കിട്ടിയാൽ നല്ല രീതിയിൽ കഴിക്കുന്നു. ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടാ, നോക്കി പോവാ. ഓക്കെ, ചേച്ചി വളഞ്ഞു പോകും. ചേച്ചി പഠിക്കാൻ തോന്നുന്നു. ചേച്ചി പോ, ചേച്ചി പഠിക്കുക. വണ്ടി നിർത്താതെ പോയി. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടില്ല, അവിടുത്തെ താഴത്തെ വീട്ടിൽ വന്നായിരുന്നു. ഏതാ ഇല്ല, എനിക്കറിയില്ല. ഇല്ല, ഞാൻ പോയിട്ടില്ല. അല്ല, ഈ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ. ഈ വീട്ടിൽ ഇവിടെ മറ്റേ എന്താണ്ട് ഇല്ല വീട് ഞാൻ ഇടിച്ചു ഇല്ല വീട് അന്ന് ഇവിടെ നിന്നൊരു വ്ളോഗ് എടുത്തായിരുന്നു. ഇനി അങ്ങോട്ട് പോകും ഗൈസ്. ദർപ്പക്കാട് മൊത്തം ചുറ്റി നടക്കുകയാണ്. കാര്യം കാത്തൂനെ ആക്കിയിട്ടേ, കാത്തു ദർപ്പക്കാട്ടിലാണ് പഠിക്കാൻ വന്നത്. ഓക്കെ, ഓടുമ്പോ അതുവഴിയൊക്കെ ഓടാല്ലോ, നോക്കി എന്തൊക്കെ ഓടാല്ലോ. ഇവരോടൊക്കെ നടന്നാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബോറടിക്കും കേട്ടോ. ഇവർ ഇല്ല ചെടികളെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ പാചകത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത് കൂടുതൽ. ഓ, അങ്ങനെ സിമ്പിള് വീടല്ലേ. നമുക്ക് വീട് വെക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇതേപോലത്തെ വീടാണെങ്കിൽ കൊള്ളായിരുന്നല്ലേ. പക്ഷെ അത്ര ഇല്ല, ഇത്രയും വലിയ സിറ്റ് ഔട്ട് കിട്ടൂല. ഇത്രയും വലിയ സിറ്റ് ഔട്ട് കിട്ടൂല. ഇത് വലിയ സിറ്റ് ഔട്ട്. പിന്നെ അത് തള്ളാണ്. ചേച്ചി പറ്റിക്കാതെ അടവുകൾ ഷെയ്പ്പ് കിട്ടും. അത് ടൈൽ ഒട്ടിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അത് എന്ത് വലിയ സിറ്റ് ഔട്ടാണെന്ന് എന്തോ, അത്ര വലിയ സിറ്റ് ഔട്ട്. ഏതാ? അത് മറ്റേ ഇത് അടിക്കുന്നില്ലേ. ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ആളുകളുണ്ട് കേട്ടോ. അതൊക്കെ ഇലക്ഷനിൽ ആളുകളായിരിക്കണം. എന്ത് എനിക്ക് വോട്ട് കിട്ടൂലേ? നിങ്ങൾ എനിക്ക് വോട്ട് ഇട്ടില്ലേ? ജയിക്കത്തൊന്നുമില്ല, വലിയ പരാജയമാണ്. ഞാൻ നിന്ന് വലിയ പരാജയം ചെയ്യും. ഇലക്ഷനാണ് ഗൈസ്, ഇലക്ഷൻ. നിങ്ങളെ നാട്ടിലൊക്കെ ഇലക്ഷനൊക്കെ ആയ പറയും കേട്ടെ. ഏതാ ഏതാ ഏതാ? ഓ, നമ്മൾ ഇതുവഴി കയറി അതുവഴി വന്നു. വ്യത്യാസം. വന്നിട്ട് കാര്യമില്ല, നമ്മളെ നാടാണ്, അതാണ് കുഴപ്പം. അടിച്ചു വെള്ളം വരും. വെള്ളം വന്ന് പണ്ടത്തെ പൈപ്പാണ്. ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളെ കോളനി ഇല്ലേ, അതിന്റെ താഴെ ഉണ്ട്. ഇപ്പൊ ഇല്ലെന്നേ ഉള്ളു. സാധാ ടാപ്പ്. ഇത് പഴയ, അതായത് കുഴൽ കിണറൊക്കെ രാവിലെ വന്ന് പിടിച്ച എക്സസൈസ് ആയി. അത്രേ ഉള്ളു. ഇതൊന്നുമല്ല, ഇതിലിപ്പോ പെട്ടെന്ന് അടിച്ചപ്പോഴേ വെള്ളം വന്നു. മനസ്സിലായോ? ഭയങ്കര പാടാണ്. ഒന്ന് ആ ഏറിലാണ് അതിന്റെ കളിന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ.
അല്ലല്ല നേരത്തെ കണ്ട മേലത്തെ പള്ളിയാണ്. 2 പള്ളിയുണ്ട് തൊട്ടടുത്ത്. കുഴപ്പമില്ല, തുരുമ്പിന്റെ ചെവി ഇതിനകത്ത് ആ തുരുമ്പിന്റെ ചെവിയുണ്ട്. കൊറേ കുടിച്ചാണല്ലോ. നമ്മൾ പണ്ട് തോനെ നടക്കും. നമ്മള് പോണ വഴിക്ക് പൈപ്പിലെ വെള്ളവും കുടിക്കുന്നു പണ്ട് കൊച്ചി. ഓഹോ, പൈപ്പിലെ വെള്ളം കുടിച്ച് കിടന്ന ടീമാണ് കേട്ടത്. വാടകയ്ക്കൊക്കെ കൊടുക്കും പെരയിടം കേട്ടാ ചിലര്. പിന്നെ ഇവിടെ വലിയ തിരക്കുകളില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. തിരക്കുകളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ പണിയാവും. വലിയ വീടായി പോയില്ലേ? വലിയ വീടൊന്നും വേണ്ട. നമ്മൾ നേരത്തെ കണ്ട ചെറിയ വീട് വെച്ചു, സിമ്പിൾ വീട്. നമുക്ക് അതാണ് ആഗ്രഹം കേട്ടോ. എനിക്ക് ജലദോഷം അടിച്ചു പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാത്ത ഒന്നിനും വയ്യാത്തൊരവസ്ഥ. വയലറ്റ് ആ ഞാൻ ഉദ്ദേശിച്ച വീട്ടിന്റെ പെയിന്റാണ്. കമ്പ്യൂട്ടർ കേട്ടടിക്കും. ഈശ്വര, ഇവരെനിക്ക് അടിയടിച്ച് തരും കേട്ടോ ഗൈസ്. 2 ഊളാളെയും കൊണ്ട് തോറ്റിരിക്കും. ഓക്കെ, പിന്നെ കാണാം ഗൈസ്. കൈ അടയ്ക്കുന്നു. എങ്ങനെയാ എന്നെയല്ലേ നോക്കിയത്? ആ പിന്നെ അല്ലാതെ സൗന്ദര്യ. ഈ പട്ടി നിങ്ങളെ കടിച്ച ടോസില കടിക്കില്ലേ? കടിക്കോടെ നീ? ചേട്ടാ അനു അത് എടുക്കാൻ പോയപ്പോ പട്ടി മേടിച്ചു. ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാണ് ഇതിലോന്ന് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളുണ്ട്. ഓ അങ്ങനെ അതല്ല ശരിയാണ്. ഓടരിന്നൊന്നും ഒന്നും വെക്കില്ല. സമയം 3:13 ആയത്. ചായ കുടിക്കാൻ ഗൈസ്. നീ ഏട്ടത്തിയുടെ ആ ചായ കടി ഉണ്ടാച്ചി. എത്ര കടി വേണോ എന്റെ അനിയന്? പട്ടിനെ വിളി ഇങ്ങനെ വിളിച്ചാൽ മതി. പണി മാങ്ങ കാണാത്ത കാച്ചുകൂടിയില്ലേ? ആ അവിടെ കാത്തുവിന്റെ അവിടെയാണ് പാട്ട്. കാത്തുവിന്റെ സ്ഥലത്ത് കേസ് ഇല്ലല്ലോ. 3:13 ആയതില്ലല്ലോ. ഓ എത്ര ഉണ്ടോ? 2 ക്ലാസിക്ക് സിനിമ ഡാൻസ് അല്ലേ? പഠിക്കാണോ ലാസ്റ്റ്? ആ ടോപ്പ് ലൈറ്റിന്റെ വെട്ടം കിട്ടൂല. ആ ഷെയ്ഡും പഠിക്കുന്നില്ലേ? ഇവിടെ നോക്കിയിട്ടുണ്ട്. സോറി ഇലക്ട്രീഷ്യനെ ഉണ്ട്. നമ്മൾ സ്കെച്ച് നോക്കുള്ള പഴയ കേസ് ആയിരിക്കുമല്ലോ. ഇതെന്തൊരു ശരിയാണ്? വസന്തേ അമ്മാമ്മയുടെ പേര് പറഞ്ഞോല്ലേ നീ? ഇതേപോലെ ഇന്ന് വീട്ടിൽ ഞാൻ വന്നായിരുന്നു പണിക്ക്.
വയലില്ല നേരെ വയലിൽ പോയാ പിന്നെ എന്തിനു ഊള എന്താണ് ഇതെന്തിനാണ് ഇതെന്തിനാണ് പട്ടിക്കാവൂലേ അതിന് രസമൊന്നും നിങ്ങൾ വെച്ചോണ്ടോ പിന്നെ നമ്മള് കേറി വരുന്നവിടെ 2 മരം ഉണ്ടല്ലോ അതിൽ വേറൊരു ഓർത്തിലാണ് കാട് പോലെ പൂടിക്കാൻ മുല്ലപ്പൂവിന്റെ മണമാണ് വെള്ളപ്പൂ. പക്ഷെ ഇതിങ്ങനെ പലയല്ല ഓരോ അല്ലെങ്കിൽ ഓരോന്ന് ഓർക്കിഡ്. പിന്നെ അത് ഇപ്പൊ ചായ കുടിക്കാൻ ചായ ഇവിടെ എന്തിനാണ് ഇതിലെടുക്കുന്നതെന്ന് പറയാം. എനിക്ക് ചായ ഇവർക്ക് വെള്ളമെന്ന് പറഞ്ഞത് ഒരു വെള്ളം കാര്യമായിട്ട് നോക്കുന്നുണ്ട്. എന്തിനുണ്ട് സോഡ എന്നറിയ ജീരക സോഡ ഉണ്ട്. ചായ ഇട്ട് ഈ ചായ വേണ്ടെന്ന് പറഞ്ഞാൽ അടി വരും. അപ്പൊ നമ്മളെ കാത്തൂസ് പഠിച്ചൊക്കെ കഴിഞ്ഞ് തളർന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. പഠിച്ച ചെമ്പരത്തി പഠിച്ചു ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തെറിക്കുന്നു ഗൈസ്. എല്ലാം നമ്മള് തിന്നു അറിയില്ല. ഞാൻ വീഡിയോ ഓണാക്കാതെയാണ് ഗൈസ് ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ നമ്മള് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. നമുക്ക് തൊട്ട് അപ്പുറത്ത് പാർക്കിൽ പോകണം. പക്ഷെ നീ മെല്ലെ പോകും. പിന്നെ പാർക്കിലോട്ട് തന്നെയൊക്കെ പോകുമല്ലോ. ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ നടക്കുകയാണ്. ഓക്കെ ഗൈസ് നമ്മള് ട്രോളെന്ന് 2 എണ്ണം കൂടെ. നീയോ നടന്നോ? നീ നടക്കണ്ട, നീ എൻ്റെ കൂടെ വന്നോ. അയ്യോ ഓക്കെ അപ്പൊ പിന്നെ കാണാം. എനിക്ക് പൈസ കൊടുക്കും. എന്റെ ഞാൻ മറ്റേ ഈ 3 മണിക്കൊക്കെ പോയിട്ട് ഞാൻ 2:30 പോയില്ലേ. പോയിട്ട് ഞാൻ 3:30 കഴിഞ്ഞിട്ടാണ് വന്നത്. അതിനൊന്നും എന്റെ പൈസ കട്ട് ചെയ്തിട്ടില്ല. ശരിയാണ് ഗൈസ്. ഇവളെ കടയിലാക്കിയാലോ അവള് 6 മണിയല്ലോ കേട്ടാ. അപ്പൊ ഇവളും കടയിലോട്ട് പോവാനുള്ള താല്പര്യത്തിലിരിക്കുകയാണ്. എങ്കിലും കടയിൽ കയറിയാണ് നമ്മള് വീടെത്താറായി ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി വൈൻഡപ്പാണ്. എന്ത് കടയിൽ പൊക്കോളാം. വെറുതെ അല്ലേ ഇരിക്കുന്ന, ചുമ്മാ വീട്ടിൽ ഇരിക്കല്ലേ, ഒരു പണിയില്ലല്ലോ. 9 മണിക്ക് വരണോ 8 മണിക്ക് വരണോ? 8 മണി ഡ്യൂട്ടി സമയം കൂടുതലല്ലേ. 6-7 മണിയൊക്കെ ആവുമ്പോഴേ 7 മണിക്ക്. അപ്പൊ നമ്മുടെ സ്വർഗം കേട്ടോ. എല്ലാം നോക്കി. ഓക്കെ ഗൈസ് അപ്പൊ പിന്നെ കാണാം. ഹേ ഗൈസ് അപ്പൊ നമ്മൾ വീടെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഏട്ടത്തി? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇത് നമ്മള് കാത്തൂന ചുമ്മാ കൊണ്ടാക്കിയിട്ട് നമ്മൾ അതുവഴിയൊക്കെ നടന്ന് ആ നാടൊക്കെ ഒന്ന് കണ്ട്. ദപ്പക്കാട് കോളനി അല്ലേ, സോറി ആ ഏരിയയിലെല്ലാം ഒന്ന്. നമ്മൾ പാങ്ങലാട് കോളനിയാണ് കണ്ടില്ലേ.
ഇത് നമ്മളെ കോളനിയാണെന്ന് ഇത് നമ്മളെ കോളനിയാണെന്ന് നമ്മള് കിടക്കുന്ന സ്ഥലം എന്നൊക്കെ വെച്ചാലേ ഹൈ ലെവൽ സ്ഥലത്തിലാണ് എന്താ പോയാണ് ഇത് കടയിൽ പോകുന്നോ കടയിൽ പോകുന്നെന്ന് പറയാനുള്ള നിൽക്കുന്നത് കേട്ടോ വെറുതെ വീട്ടിലിരിക്കുന്ന ചുമ്മാ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല നമ്മൾ എന്തെങ്കിലും ഗൈസ് നമ്മൾ വീട് എത്തിയിരിക്കുന്നു ഗൈസ് ഞാൻ അയ്യോ കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലേ ഇവിടെ ബോഡി ഷോ അല്ല അതാദ്യം മനസ്സിലാക്കണം ഇത് ഗ്രേവിയാണ് അതാ ഉള്ളിക്കറിയാണ് ചേച്ചി സംശയം പറയാ ഇല്ല ചേച്ചി ഒരു വിധത്തിൽ പറയില്ല ചേച്ചി എങ്ങനെയാന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് ചെയ്ത ഐഡിയ ഒന്നെങ്കിൽ ഗ്രേവി അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചമ്മന്തിക്കറി ഇതിങ്ങനെ കൂട്ടിയ ഏട്ടത്തിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഏട്ടത്തി കഴിക്കുന്നു നമുക്കുള്ള ബീഫ് ഫ്രൈ എത്തിയിരിക്കുന്നു ഗൈസ് ചില്ലായിട്ടിരിക്കുന്നു കണ്ടിട്ട് കൊള്ളാതെ തോന്നുന്നു ഗൈസ് നമ്മൾ കഴിക്കട്ടെ ഗൈസ് നമ്മളെ ചെറിയ ചെറിയ സന്തോഷ നിമിഷം എനിക്ക് ജലോഷം അടിച്ചു ഗൈസ് എനിക്ക് അറിയില്ല അല്ല അനു വാങ്ങി വെക്കുന്നു അച്ഛൻ കഴിച്ചു വെച്ചാൽ സ്നേഹമൊന്നുമല്ല ബാക്കി എടുക്കലെന്ന് പറയാൻ പറ്റില്ല ഓക്കെ അദ്ദേഹത്തിൻ്റെ ഗൈസ് നമ്മൾ ചെറിയ ചെറിയ സന്തോഷം അല്ലേ ഏട്ടത്തി കഴിച്ച് തീരാറായി ഗൈസ് ഇത് കാണുന്നതൊന്നും അല്ല ലൈറ്റാണെന്ന് ഞാൻ ദോശ മേടിച്ചത് ഇത് പോട്ടെ ഞാൻ വേട്ടത്തിയുടെ കോംബോ തിരഞ്ഞെടുത്തു ഗൈസ് ഇതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ മിക്ക തവണ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ദോശ കൊള്ളാം കഴിച്ചു കൊള്ളാം ഗൈസ് കൊള്ളാം ബീഫ് അത്യാവശ്യം എരിയുള്ള ബീഫാണ് കഴിക്കട്ടെ.